ഹലോ, എന്താണോ എന്താ കാര്യം? ഇവിടെ എന്താ ഉണ്ടായേ? എന്റെ അമ്മേ, എന്ത് ചങ്കൂറ്റം നിങ്ങൾക്ക്! ഇത്രയും വലിയ വൃത്തികേടും കാണിച്ചിട്ട് എന്റെ മുമ്പ് വന്നിരിക്കാൻ നാണല്ല മനുഷ്യൻ നിങ്ങൾക്ക്. കാര്യം പറ. എന്റെ വായിൽ എന്നെ പച്ചയ്ക്ക് കേൾക്കണം. അത്രയും സംസ്കാരം ഇല്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല ശങ്കരമംഗലത്തത്. നിങ്ങളും ആ പെണ്ണും കൂടി എന്തോന്നായിരുന്നു ചെടിയുടെ ഇടയില്. പെണ്ണോ? നല്ല കഥ. ഞാനെന്റെ വടി തപ്പായിരുന്നു. നിങ്ങളുടെ ഒരു വടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന ആള്. ഏത് പെണ്ണ് പോലും എന്റെ കണ്ണിന് തിമിരൊന്നും ബാധിച്ചിട്ടില്ല. ഞാനിതൊക്കെ കുറെ നാളായി കാണാൻ തുടങ്ങിട്ട്. എന്റെ തലവട്ട കണ്ടാ മതി ആ പെണ്ണിറങ്ങി ഓടാൻ തുടങ്ങും. ആവശ്യം പറയരുത്. കാണിക്കാം, പറയരുതല്ലേ. കണക്കായിപ്പോയി. ഇനി അഥവാ കാണിച്ചു തന്നെ വെക്ക. കണക്കായിപ്പോയി. ഇങ്ങനെ തോന്നിവാസം കാണിക്കാനേ എന്നെ ഇവിടെ വിലക്ക് വാങ്ങിച്ചിട്ടിരിക്കൊന്നുമല്ല. 3 കുട്ടിയാനെ പുറത്ത് നിറച്ചു സ്വർണ്ണമായിട്ടാ ഞാനിവിടെ വന്നത്. അതും പലിശയും കണക്ക് തീർത്ത് തന്നിട്ട് തോന്നിവാസം കാണിച്ചോ? അതുവരെ പറ്റില്ല. ആശാനെ, ആശാനിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആയാലോ? വേണ്ട, അല്ലേലും ഈ പെമ്പിള്ളേരിങ്ങനെയാ. ഞാൻ കാലണയ്ക്ക് പാടുന്നവനല്ലേ? എന്നെ സ്നേഹിച്ച മാനക്കേടല്ലേ? ആശാൻ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? സംഗതിയുടെ കിടപ്പ് ഞാൻ ഒന്ന് ആലോചിച്ചപ്പോ കാണുന്നത് അവക്ക് ആശാനോട് സ്നേഹം ഉണ്ടെന്നാ. പക്ഷെ അവൾ വെളിയിൽ കാണിക്കത്തില്ല. പിന്നെ അതെന്തോ സ്നേഹം? കുന്തം പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആശാ ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും പ്രേമിക്കും. ആടിച്ചതിന്റെ പല്ല് തെറിപ്പിക്കും. ഒന്ന് പറഞ്ഞു തീരട്ടെ ആശാനെ. അതിനിടെ തോക്കിനകത്തൊരു വെടിവെക്കാതെ. ആശാൻ വേറെ ആരെങ്കിലും പ്രേമിക്കുന്ന അഭിനയി. അപ്പം അവൾക്ക് ആശാനോട് സ്നേഹം ഉണ്ടെങ്കിൽ അവളെ ഒരു ഉടക്കും. അത് ശരിയാ. അതാ പറഞ്ഞ മുഴുവൻ കേൾക്കണമെന്ന്. നമ്മള് പിന്നെ ഈ പ്രായം കഴിഞ്ഞാണല്ലോ ഇങ്ങോട്ട് വന്നത്. നീ ആള് കുരുമുളകാണല്ലോടെ. അത് കളരി കുറെ കളിച്ചതാ, പിന്നെ ഒന്നും വെറുതെ അല്ല. Many happy returns of the day. Thank you. പാർട്ടിക്ക് എനിക്ക് ക്ഷണമൊന്നുമില്ലേ? അത്രയ്ക്ക് വലിയ പാർട്ടിയൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോണം. Come, shall we go? അല്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. Okay, carry on. ഈ ബർത്ത്ഡേക്ക് വിളിച്ചില്ലേലും പോകാൻ ഒരു ആവശ്യം എനിക്കില്ലേ? പോയി കളയാന്നേ ക്ഷണിക്കാത്തൊരു അതിയായിട്ട്. അതിനുള്ള തൊലിക്കെട്ടി ഗോപാലകൃഷ്ണനുണ്ട്. വരും, ഗോപാലകൃഷ്ണൻ വന്നിരിക്കും. Briskly off his hips, once with the you see that's just the 3 men on the onside. The rest are slip, scully, mid of cover point and extra cover. Just those 3 men. So very risky and a very ill-conceived shot. As it happened, it was safe over covers. തല്ലിപ്പൊളി കളി ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ നാണം പങ്കം പറ്റായിരുന്നെങ്കിൽ കാണാൻ എന്ത് രസമായിരുന്നേനെ. അറിഞ്ഞുകൂടെങ്കിലും വെറുതെ കണ്ടുകൊണ്ടിരിക്കണം ചേച്ചി. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ക്രിക്കറ്റ് കാണുന്ന ഒരു ഫാഷനാ. വലിയ സിനിമാ നടികളുടെ വീട്ടിലെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ക്രിക്കറ്റുകാരാ. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നാളെ എന്റെ ബർത്ത്ഡേയാ. അതെയോ? വലിയ പാർട്ടി കൊടുത്ത് ആഘോഷിക്കണ്ടേ? കൊള്ളാം, തീർച്ചയായിട്ടും വേണം. ഇപ്പൊ ഈ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ചേച്ചി? വിത്ത് ലവ് ടു രേവതി. ഇത്ര മതി. അവള് തലയും കുത്തി വീഴും. തള്ളെ ഒരല്പം സോപ്പിടണം. പിന്നെ ഈ ഗോപാലകൃഷ്ണൻ രാമുണ്ണി മേനോന്റെ ഏക മരുമകൻ. അല്ല, ആരാത്? രേവതിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു. എന്റെ വക ഒരു സമ്മാനം, ക്ഷണിച്ചില്ലെങ്കിലും. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. ഒന്നാമത് ഇന്നല്ലേ ബർത്ത്ഡേ, നാളെയാ. സാരമില്ല, മുൻകൂറായി ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. ആട്ടെ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നവരല്ലേ. അതെ 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 അതെ. മാത്രമല്ല, ഇപ്പൊ ഞാൻ ലേഡീസ് ക്ലബിന്റെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടന്നാലും എല്ലാരും അറിയും. ക്ലബിന് ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ന് വരെ സെക്രട്ടറിയെ കിട്ടിയിട്ടില്ല. രേവതിക്ക് പൂക്കൾ ഇഷ്ടമാണോ? ആ, ഇഷ്ടമാണ്. എനിക്കറിയാം. ഞാൻ
ആഹാ, സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ. ഞാൻ പോവാ. ഉം. വരട്ടെ. ഒരു പൂവാലൻ സ്റ്റൈലിൽ പൂവും കൊണ്ടാണല്ലോ വരവ്. അവന്റെ ഒരു പഞ്ചാര തൊലി. എന്റെ ഊഹം ശരിയാവുണ്ട്. എടുത്തോളാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നല്ല ആളാ. ഇന്നലെ ബർത്ത്ഡേ എന്ന് കള്ളം പറഞ്ഞല്ലേ? ശരിക്കും ഇന്നലെ ബർത്ത്ഡേ? ആര് പറഞ്ഞു? ഞാൻ വീട്ടിൽ വന്നിരുന്നു. അമ്മ പറഞ്ഞു എന്നെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. റിയലി? യെസ്. ഞാൻ കൊണ്ടുവന്ന പൂക്കൾ കിട്ടിയില്ലേ? പൂക്കളോ? അമ്മയുടെ കൈ കൊടുത്തിരുന്നല്ലോ. ഓ, പൂക്കൾ. ഫ്ലവേഴ്സ്. കിട്ടി. അതിൽ എന്താ എഴുതിയിരുന്നെന്ന് വായിച്ചോ? ഞാൻ വായിച്ചു. എന്നാ പറയൂ, എന്താ എഴുതിയിരുന്നത്? അത് പറയാൻ നാണാണല്ലേ? ടു രേവതി വിത്ത് ലവ്, ഗോപാലകൃഷ്ണൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. രക്ഷപ്പെട്ടു. കേക്ക് മുറിക്കും മുമ്പെങ്ങാനും വന്നിരുന്നെങ്കിൽ എല്ലാം തുലഞ്ഞേനെ. ഹലോ. ഹലോ ഗോപു, വരൂ, അകത്തേക്ക് പൊയ്ക്കോളൂ. എന്താ എവിടെ ഇരിക്കുന്നത്? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗോപു, അകത്തേക്ക് പൊയ്ക്കോളൂ. ശരി, അകത്തേക്ക്. അയ്യോ, അച്ഛൻ. ഇവനാ എന്നെ കണ്ട് ഒളിച്ചതാണ് അവൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് ശരിയാണ്. ഇവനും അവളും തമ്മില് തന്റെ ഒരു ഒടുക്കത്തെ ഡിസ്കോ. താൻ തുള്ളി എങ്ങനാ പോണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്റെ പുറത്തൊരു ആരോപണം കെട്ടിവെച്ചാല് തനിക്ക് അവനോട് കൊളിച്ചോടി പോയ കാരണമായി അല്ലേ? ഏതവൻ? നിങ്ങളുടെ ചെടിയുടെ ഇടയിലെ ക്ലാസിക്കൽ പ്രേമം ഞാൻ കണ്ടുപിടിച്ചു എന്ന് വിചാരിച്ച് എനിക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കി രക്ഷപ്പെടാന്ന് വിചാരിക്കുന്നു. അതെ, അങ്ങ് കയ്യിലിരിക്കട്ടെ. ഞാൻ വെറും കോന്തനാണെന്ന് വിചാരിച്ചോ താന്? ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തന്റെ ഈ ഇംഗ്ലീഷ് തുള്ളല് ഞാൻ ഇന്ന് നിർത്തും. എന്നാലേ നിങ്ങൾ ഇനി പട്ടുപാട്ടും കേൾക്കൂല. എന്റെ റെക്കോർഡില് തൊട്ടുപോകരുത്. എന്നാ ഇനി എന്റെ ഇംഗ്ലീഷ് തൊട്ടുപോരുത്. അധികം കാലം ഇനി നമ്മൾ ഒന്നിച്ചു പോവില്ല. വേണ്ട. 3 കുട്ടിയാനപ്പുറത്തെ സ്വർണം അതിന്റെ പലിശ ഇനി തന്നെ ഞാൻ പോയിക്കോളാം. അപ്പൊ ഇത്രയും കാലം തിന്ന് ഉടുത്തു പിടിച്ച കാശോ? ഞാൻ നിങ്ങൾക്ക് വെച്ച് വിളമ്പില്ലേ, അതിന്റെ കൂലിയായിട്ട് കൂട്ടിക്കോ. കണ്ടവന്റെ കൂടെ അരിഞ്ഞാടാൻ നടന്നിട്ട് താൻ എന്റെ മെക്കിട്ട് കയറാൻ വരിക? അഴിഞ്ഞാടിയെങ്കിലേ കണക്കായി പോയി. നിങ്ങൾക്കാവാമെങ്കിൽ എനിക്കും ആവാം. തനിക്കാവാൻ വെച്ചാൽ എനിക്കും ആവാം. ആയിക്കോ. ആര് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ കാര്യത്തിൽ മേലാൽ ഇടപെടണം. മേലിൽ എന്റെ കാര്യത്തിൽ താനും ഇടപെടരുത്. കാണാം. കാണാ. ഇവിടെ ഒന്നും വാങ്ങിക്കൊള്ളാത്ത നിങ്ങളല്ലേ? അതെങ്ങനാ? കൂടെ താമസിക്കുന്നവരെ വാങ്ങിക്കൊള്ളാത്ത സാധനങ്ങളല്ലേ? അത് പോട്ടേന്ന് വെക്കാം. ഈ ആഭാസത്രം കാണിച്ചാൽ എന്ത് ചെയ്യും? വേറെ എവിടെയെങ്കിലും മുറി കിട്ടിയിരുന്നെങ്കിൽ ഈ അലവലാദികളുടെ കൂടെ താമസിക്കാതെ കഴിക്കായിരുന്നു. വാതുക്കൾ നിന്ന് മാറി നിന്നൂടെ? വെളുപ്പാങ്കാലത്ത് കുറ്റിയടിച്ച് നിൽക്കുന്നു. വേറെ വേലയും തൊഴിലൊന്നുമില്ലല്ലോ.